ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ചെയ്തു. ഇതുപോലെ പുക ഉയരാൻ ഇപ്പോൾ എത്ര സമയമായി? അരമണിക്കൂറിലധികമായി പുക വരാൻ. ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിത്തെറിച്ചത്. ഞങ്ങളൊരു അപകടം പറ്റിയ ഒരു രോഗിനെ കൊണ്ട് വന്നായിരുന്നു. അപ്പം പിന്നെ CT സ്കാനിൻ്റെ അടുത്ത് സ്കാനിങ് എടുക്കാൻ വേണ്ടി നിൽക്കുക. ആ സമയത്താണ് പൊട്ടിത്തെറി. ഭയങ്കര പുകമായിരുന്നു. രോഗികളെ എങ്ങനെയോ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മളെ രോഗികളെയൊക്കെ പിന്നെ ഇക്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ വളരെ പ്രയാസമുണ്ടായി. ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആളുകളൊക്കെ ഇറങ്ങി ഓടുമായിരുന്നോ? ആൾക്കാർ പരിമിതമായിട്ട് 4 ഭാഗത്തും ഇറങ്ങി ഓടിയതാ. ഓക്കെ, ഇത് തന്നെയാണ് വലിയ ശബ്ദത്തോടു കൂടിയാണോ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്? ഒരു മറ്റേ ഓക്സിജന്റെ പിന്നെ സിലിണ്ടറിൽ പുറത്തേക്ക് ഇത് ഏറെ വരില്ല പെട്ടെന്നുള്ള അത് ഈ ഒരു ശബ്ദം 2-3 പ്രാവശ്യമായിട്ട് എനിക്കൊന്ന് ഓക്സിജൻ ഓപ്പൺ ആയതായിരിക്കും എന്തോ അങ്ങനെ കേട്ടെ. ഞങ്ങളൊക്കെ പേടിച്ച് പുറത്തേക്ക് ഓടിയതാണ്. പുകയൊന്നും കാണില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. കുറേ ആൾക്കാർ പിന്നെ പുറത്തിറങ്ങിയ ശേഷമാണ് ഉള്ളിൽ കയറിയിട്ട് കുറേ രോഗികളൊക്കെ പുറത്തേക്ക് മാറ്റിയത്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ മാറ്റിയോ? എൻ്റെ ബാപ്പാനെ കൊണ്ട് വന്നതാണ്. അവർ എന്താ അറിയാം, ഭാഗ്യത്തിന് അവർ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അടുത്ത് ബാത്റൂമിലായിരുന്നു. ഞാൻ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുക. അന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെയും കൊണ്ട് പുറത്തേക്ക് കയറി. അതിന് ശേഷമാണ് പിന്നെ രോഗികളെ കുറേയൊക്കെ പുറത്തേക്ക് മാറ്റിയത്. ഏതായാലും ഇത് വിധത്തിൽ തന്നെയാണ്. അറിഞ്ഞ ഉടൻ തന്നെ ആളുകൾ, പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ സ്ഥലത്തേക്ക് ഓടിയെത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാറ്റാൻ കഴിഞ്ഞു. അത്യാഹിത വിഭാഗമാണ്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാകുമ്പോൾ തന്നെ ഒരുപാട് മനുഷ്യർ ചികിത്സയ്ക്കായി എത്തുന്ന സ്ഥലമാണ്. പ്രായമായവരുൾപ്പെടെ ശ്വാസ തടസ്സം, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന മനുഷ്യരുണ്ടാകും. എല്ലാവരെയും ഇപ്പോൾ അവിടെ മാറ്റാൻ കഴിഞ്ഞു. കാഷ്വാലിറ്റിക്ക് അകത്ത് നിന്ന് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലായി ഇതാണ് ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ. പുതിയ കാഷ്വാലിറ്റി വളരെയധികം ആളുകൾ, രോഗികൾ, കൂട്ടിരിപ്പുകാരൊക്കെ തന്നെയുള്ള സ്ഥലമാണ്. അകത്തു നിന്ന് എല്ലാവരെയും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ പുക ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഫയർഫോഴ്സൊക്കെ സ്ഥലത്തേക്ക് വന്ന് പുക ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഇത് നോക്കിയാൽ മനസ്സിലാകും, ഈ പൈപ്പിൻ്റെയൊക്കെ അകത്തേക്കിട്ട് വെള്ളം അകത്തേക്ക് അടിക്കുന്നുണ്ട്. അതുപോലെ ഈ പുക സക്ക് ചെയ്ത് കളയുന്നതിനുള്ള ഒരു സംവിധാനമാണ് നിലവിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ അകത്ത് നിന്ന് ബുദ്ധിമുട്ടിലായി പോകുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികളെ പലരെയും മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഭാഗത്തേക്കും അതുപോലെ നഗരത്തിലെ മറ്റു സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തിട്ടുണ്ട്.